ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്ക. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്ത. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്ത. ദിനംതോറും ദൈവത്തിനെ പാടി സ്തുതിക്കുന്ന, കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വലിയവനായ ദൈവം തന്റെ അളവറ്റ കരുണയാൽ ദിനംതോറും നമ്മെ വഴി നടത്തട്ടെ. യേശു മാറാത്തവൻ, അവന്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് അതിജീവനത്തിനുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ നിന്ന് നേടുവാൻ ദൈവം തമ്പുരാന്റെ കരം നമ്മുടെ മേൽ വയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച വിഷയം ക്രിസ്തു എനിക്കാരാണ് എന്ന ആത്മീകമായ കണ്ടെത്തലിലൂടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവിടുന്ന് എനിക്ക് ആലോചന നൽകുന്നവനാണ്. ഞാൻ അവനോട് കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പല വിധത്തിൽ പല മുഖാന്തരങ്ങളിലൂടെ എന്റെ ഹൃദയത്തിൽ പുതിയ ആലോചനകൾ നൽകി എന്നെ വഴി നടത്തുന്നവനാണ് എന്റെ യേശു കർത്താവ് എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ക്രിസ്തു പകർന്നു കൊടുത്ത ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അവന്റെ മകനും മകളുമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ പിതാവാണ്. എന്റെ സൃഷ്ടാവ് എന്റെ പിതാവ്. ക്രിസ്തു ഈ ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നതുവരെയും മറ്റു പല കാഴ്ചപ്പാടിലാണ് ദൈവത്തെ മനുഷ്യർ കണ്ടിരുന്നത്. ചില ആളുകൾ ദൈവത്തെ കണ്ടിരുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. ചില ആളുകൾ ദൈവത്തെ കണ്ടിരുന്നത് തങ്ങൾ മാത്രം ദൈവത്തിന്റെ സൃഷ്ടിയും ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലാത്ത ദൈവത്തിന്റെ കോപത്തിനു വേണ്ടി ഉള്ള ആളുകൾ. യഹൂദന്മാരുടെ കാഴ്ചപ്പാട് അത് തന്നെയായിരുന്നു. ഞങ്ങൾ മാത്രമാണ് അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങളാണ് ദൈവത്താൽ വാസ്തവമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ബാക്കിയുള്ളവർ ആരും ദൈവത്തിന്റെ മക്കളല്ല എന്ന ഒരു വലിയ ചിന്തയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. യഹൂദന്മാരും പരീശന്മാരും മറ്റുള്ള ആളുകളെ മുഴുവൻ നരകത്തിലെ തീക്കുള്ളികൾ എന്ന് അധിക്ഷേപിച്ചിരുന്ന കാലഘട്ടം. എന്നാൽ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി. ആദ്യമേ യഹൂദ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് പരിശ്രമിച്ചു. ദൈവത്തിൽ നിന്ന് അകന്ന് പാരമ്പര്യം മാത്രം പറഞ്ഞിരുന്ന യഹൂദന്മാരെ ദൈവത്തിന്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തു പരിശ്രമിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്രകാരം പറയുന്നത്: സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവര് അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ ഭാഗ്യം കൊടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയും.
അപ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും വിശ്വാസം എന്ന ഉടമ്പടിയിലൂടെ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ വിലയേറിയ ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അതിന്റെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് അത് അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം. ദൈവം തമ്പുരാന്റെ മകനാണ് ഞാൻ, കർത്താവിന്റെ മകളാണ്, വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിച്ചതിലൂടെ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവ്. ക്രിസ്തുവിന്റെ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹികമായ ഉച്ചനീചത്വങ്ങളെ പൂർണ്ണമായി തച്ചുടയ്ക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളായിരുന്നു ആ വചനത്തിൽ കർത്താവ് ഉള്ളടക്കം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് എത്തിക്കൊടുത്തപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ പരിശോധിച്ചു, ഇവർക്കും നമുക്കും തമ്മിൽ എന്തെങ്കിലും തുല്യതയുണ്ടോ? പൗലോസ് പ്രസംഗിച്ചപ്പോൾ അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ആദിയിൽ നിങ്ങളുടെ മേൽ വന്നതുപോലെ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ജാതികളുടെ മേലും ദൈവം പകർന്നതിലൂടെ ഒരു തിരിച്ചു വ്യത്യാസവും ദൈവത്തിനില്ല. ജാതിയോ മതമോ ഭാഷയോ വർഗമോ വർണ്ണമോ ലിംഗവ്യത്യാസമോ ഇതൊന്നും സർവശക്തനായ ദൈവത്തിനില്ല. നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന അഗാധമായ തിരിച്ചറിവിലേക്ക് പൗലോസിന്റെ സുവിശേഷ വേലയിലൂടെ അനേകം ആളുകളെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ബലം പകരുന്നുണ്ടോ? അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് എന്റെ പിതാവാണ് എന്ന ആ ബോധ്യം നമുക്ക് എത്രത്തോളം നമ്മെ ബലപ്പെടുത്തുന്നുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ഓർക്കണം. നമ്മെ ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന നമ്മുടെ അപ്പനെയും അമ്മയെയും പലപ്പോഴും പല ആളുകളും പല കുട്ടികളും ഇപ്രകാരം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്റെ അപ്പൻ ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനായിപ്പോയി, എന്റെ അമ്മ കഴിവില്ലാത്ത ഒരു സ്ത്രീയായിപ്പോയി, മറ്റുള്ളവരെ പോലെ അത്ര ഗൗരവമായി കാര്യങ്ങൾ വിലയിരുത്താനോ ചിന്തിക്കാനോ ഒന്നും കഴിയില്ലാത്ത ഒരപ്പനായിപ്പോയി, അമ്മയായിപ്പോയി എന്റെ അപ്പൻ അമ്മ എന്ന് പറയാറുണ്ട്. അതൊരു പക്ഷെ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നോ അവരുടെ പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നോ ഒക്കെ കണ്ടെത്തുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയരെ, ക്രിസ്തു വിശ്വാസത്തിലൂടെ എനിക്ക് ദൈവം തന്ന അഗാധമായ വിശ്വാസത്തിന്റെ തലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നെ ഇന്നും ധൈര്യത്തോടുകൂടി മുൻപോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ് ഈ തിരിച്ചറിവ്. ക്രിസ്തു വിശ്വാസത്തിലൂടെ ഞാൻ സ്വർഗസ്ഥ പിതാവിന്റെ മകനായി മാറിയിട്ടുണ്ട് എന്ന ആ അഗാധമായ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാട് മറ്റുള്ള കോംപ്ലക്സുകളെല്ലാം മാറ്റിക്കൊണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പല വിധത്തിൽ ഞാൻ ഓർക്കുന്ന പ്രിയരെ, ചില വർഷങ്ങൾക്ക് പുറകില് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു ചെണ്ടമേള സെറ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ഗരുഡം പറവ കാവുകളിലും ക്ഷേത്രങ്ങളിലും പോയി ഗരുഡം പറവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് നടത്തുന്ന ഒരു വലിയ, എന്റെ അപ്പൻ കുട്ടപ്പനാശാൻ അതിന്റെ ഗുരുവായിരുന്നു. ഞങ്ങള് ശിഷ്യന്മാരായിട്ടൊരു 10-40-50 ആളുകളുണ്ട്. പല സെറ്റുകളായി തിരിഞ്ഞ് ഉത്സവകാലം വരുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളുകളുടെ കാലം വരുമ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ചെണ്ടമേള നടത്തുവാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു പതിവ് ഞങ്ങൾക്കെല്ലാം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ചില ഉന്നത തറവാടുകളിൽ, ഈ ചില കാവുകളിൽ, പ്രത്യേകിച്ച് തൊടുപുഴ ഭാഗങ്ങളിലുള്ള കാവുകള്, കോട്ടയം ഭാഗത്തുള്ള ചില കാവുകളിലൊക്കെ അത് പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെയാണ് ആ കാവുകളുടെ ഉള്ളിൽ അന്നൊക്കെ പ്രവേശിപ്പിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ മേളം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ചില ആളുകളെ ആ കാവിലേക്ക് പ്രവേശിപ്പിക്കാതെ, അല്ലെങ്കിൽ ചില ആളുകളെ അവരുടെ വീട്ടിലേക്ക്, ചില വീടുകളിലൊക്കെ കാവ് ഇങ്ങനെയുള്ള വീടുകളിൽ ചെണ്ടമേളമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾ പുറത്തു നിന്നാൽ മതി, ഞങ്ങൾ ഉള്ളിൽ പോയി മേളം ചെയ്തിട്ട് വരാം എന്ന് പറയുന്ന ഒരു ശീലമൊക്കെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അപ്പനാണ്, വല്യപ്പനാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അന്ന് ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ഇതെന്താണ് അവര് വരണ്ടേ, അപ്പൊ ആൾക്കാർ കൂടിയതുകൊണ്ടായിരിക്കാം അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. എന്നാൽ പിന്നീട് എനിക്ക് അതിന്റെ രഹസ്യം മനസ്സിലായി. ചില ആളുകളെ ദൈവത്തിന് ഇഷ്ടമല്ല, കാരണം ദൈവത്തിന്റെ മുൻപിൽ ചെല്ലുവാൻ ചില ആളുകൾക്ക് യോഗ്യതയില്ല എന്ന ഒരു കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ ചെണ്ടമേളവും ഗരുഡം തൂക്കവും ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ തലമുറയ്ക്ക്, എന്റെ പിതാവിന്, എന്റെ വല്യച്ഛന് പോലും ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയുണ്ടായി.
അതെന്തുകൊണ്ടാണ് എന്നിപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവത്തിന് അവരെ ഇഷ്ടമല്ല, അല്ലെ? ദൈവം അവരെ കാൽപാദത്തിൽ നിന്നാണ് ജനിപ്പിച്ചത്. ദൈവം അവരെ കയ്യിൽ നിന്നാണ്, ദൈവം അവരെ കഴുത്തിൽ നിന്നാണ്, തലയിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക ഉച്ച നീചത്വത്തിന്റെ പഠിപ്പിക്കലുകളും കാഴ്ചപ്പാടുകളും നിലനിന്ന ഒരു സമൂഹമായതിനാൽ ഈ പഠിപ്പിക്കുന്നതിന്റെ അർത്ഥവ്യാപ്തി എത്രമാത്രം വലുതാണ്. ഇംഗ്ലീഷ് മിഷണറിമാർ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും കാൽപാദത്തിൽ നിന്നോ കാലിനകത്തിൽ നിന്നോ ഉള്ളവരല്ല, നിങ്ങൾ ആരും തലയിൽ നിന്നുള്ളവരോ കയ്യിൽ നിന്നുള്ളവരോ കാലിൽ നിന്നുള്ളവരോ ഉടലിൽ നിന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരോ അല്ല, പിന്നെയോ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ കരവേലയാണ്. ദൈവം തന്റെ സ്വന്തം രൂപമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ കറുത്തവരുണ്ടാകാം, വെളുത്തവരുണ്ടാകാം, ഈ സമൂഹം നിങ്ങൾക്ക് പല ജാതി സിസ്റ്റത്തിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടാകും. പക്ഷേ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായി നിങ്ങൾക്ക് മാറുവാൻ ഒരു വഴിയുണ്ട്. അതാണ് നസ്രായനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ നിങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്നു. ആ ഒരു ഐഡന്റിറ്റി ദൈവം തമ്പുരാൻ സുവിശേഷത്തിലൂടെയാണ് പ്രിയരെ നമ്മുടെ തലമുറയ്ക്ക് പകർന്നത്. അതൊരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് സമൂഹം ഗണ്യമാക്കാതെ അഗണ്യമാക്കി അതിർവരമ്പുകളിലേക്ക് തള്ളി നീക്കിയിട്ടിരുന്ന ഒരു വലിയ വിഭാഗം ജനത സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ച നാളു മുതൽ അവരും പറയാൻ തുടങ്ങി, ഞങ്ങൾ കുറഞ്ഞവരല്ല, ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, ഞങ്ങളുടെ ഉള്ളിലും ദൈവത്തിന്റെ രൂപമാണ്. നിങ്ങൾ മാത്രം ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് വികലമാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ നോക്കുക, ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന വരുത്തിയ സാമൂഹികമായ പ്രക്ഷോഭമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് യേശുക്രിസ്തുവിന്റെ കാലത്ത് നോക്കിയത് യഹൂദന്മാര് ക്രിസ്തുവിനെ കൊല്ലുന്നതിന് അവര് പതിയിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇത് തന്നെയാണ്. പാപികളെയും ചുങ്കക്കാരെയും പിന്നെ അന്നത്തെ കാലത്ത് വേശ്യമാരെയും അന്നത്തെ കാലത്ത് പാപികളെന്ന് മുദ്ര കുത്തിയിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ ക്രിസ്തു ചേർത്ത് വരുത്തുകയും അവരെ ദൈവമക്കളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അത് ആർക്കിഷ്ടപ്പെടും? ഞങ്ങളുടെ പദവി, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പദവി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഒരിക്കലും നീതിയുള്ള കാര്യമല്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്രകാരം ജാതി വെറിയനായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പ്രിയരെ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ ഒരു സ്വർഗീയമായ ദർശനം നമ്മുടെ സമൂഹത്തിൽ ബ്രിട്ടീഷ് മിഷണറിമാരെ കൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ ഒരു ഭയങ്കരമായ ഇടപെടൽ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഉണ്ടായതിലൂടെ അവരുടെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ സത്യസുവിശേഷത്തിന്റെ വ്യാപനത്തിലൂടെ മനുഷ്യകുലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും മനുഷ്യരെല്ലാവരും ക്രിസ്തുവേശുവിലൂടെ ദൈവത്തിന്റെ മകനും മകളുമായി മാറുവാൻ അവസരം ദൈവം തുറന്നു വെച്ചിട്ടുണ്ടെന്നും ആ ഒരു സുവിശേഷത്തിന്റെ ശക്തി വളരെ വലുതാണെന്നും ലോകത്തെ അറിയിക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മകളാണ് ഞാൻ എന്ന് പറയുന്നതിൽ നമുക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു സെക്യൂർ മനോഭാവം നമുക്കുണ്ടോ എന്നാണ്. എന്റെ പിതാവ് ആരാണ്? അല്ലെ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന്റെ മകനാണ് ഞാൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മകളാണ് ഞാൻ എന്ന ആ വലിയ ഉന്നതമായ ആത്മീക അനുഭൂതി, ഉന്നതമായ ആത്മീക അനുഭവം പ്രിയമക്കളെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഊർജമായി തീരേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ആരാണ്? എന്റെ കൂടെ ഇരിക്കുന്ന നിങ്ങൾ എന്നെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു? പത്രോസ് പറയുന്ന ആ പ്രയോഗം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഭയങ്കര അഗാധമായ ദൈവവചനത്തിന്റെ ദൈവകൃപയുടെ ആഴമുള്ള വാക്കുകൾ പത്രോസ് പ്രഖ്യാപിക്കുന്നതായി നമ്മൾ ആ വേദഭാഗത്ത് കണ്ടു. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മളും പ്രഖ്യാപിക്കണം, പിതാവായ ദൈവമേ, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകളാണ്. അതുകൊണ്ട് ഒരു അന്യപിതാവിന്റെ അടുക്കൽ ചെല്ലുന്ന വലിഞ്ഞ മനോഭാവത്തോടു കൂടിയല്ല പ്രിയരെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. ഈ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾ വന്നാൽ ഇവിടെയുള്ള എല്ലാ കാരണവന്മാരെയും ഇവിടെയുള്ള കുട്ടികൾ അപ്പ എന്നും അമ്മ എന്നും പിന്നെ അങ്കിൾ എന്നും മാമൻ എന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അത് ഈ എസ്റ്റേറ്റ് മേഖലയുടെ ഒരു പ്രത്യേക കാഴ്ചപ്പാട്. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ വിളിക്കാറില്ലായിരിക്കും. ഒരുപക്ഷെ ഒത്തിരി പ്രായമുള്ളവരെ അമ്മച്ചി എന്നൊക്കെ നമ്മൾ വിളിച്ചെങ്കിലും നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ
അപ്പ എന്നോ അമ്മ എന്നോ അങ്കിൾ എന്നോ അങ്ങനെയൊന്നും നമ്മൾ മാമനെന്നോ നമ്മൾ വിളിക്കുന്ന കണ്ടല്ലോ. പക്ഷെ ഈ മേഖലയിൽ ഞാൻ വന്ന് അനേകം ആളുകളുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രായമുള്ളവരെ അപ്പ എന്നും അമ്മ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര അപ്പ എന്നും അമ്മ എന്നും വിളിച്ചാലും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഒരു കാരണവശാലും അവര് അപ്പ എന്ന് വിളിക്കുന്ന നമുക്ക് തരികയില്ല. അവർക്ക് കൊടുക്കുന്ന നന്മകൾ ഒരിക്കലും നമുക്ക് കിട്ടുകയുമില്ല. കാരണം യഥാർത്ഥ മക്കളാണ് അവകാശികൾ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിലൂടെ നമ്മൾ സ്വർഗീയ പിതാവിന്റെ അവകാശികളാണ്. നമ്മൾ ഓരോരുത്തരും സ്വർഗസ്ഥ പിതാവിന്റെ അവകാശികളായി മാറപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അവിടെ ഒരു അന്യപിതാവിന്റെ അടുക്കൽ നിൽക്കുന്ന വൈക്ലഭ്യത്തോടു കൂടിയൊന്നും വേണ്ട നമ്മൾ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് ചേർന്ന് ചെല്ലുവാനായി. നമ്മൾ അന്യപിതാവിന്റെ അടുക്കലല്ല ചെല്ലുന്നത്. പിന്നെ ഈ പ്രഭാത പ്രാർത്ഥനയിലും ദിനംതോറുമുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളിലെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ അവസരം നൽകിയ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ ചെല്ലുന്നത്. ആ ഒരു ഉത്തമമായ ബോധ്യത്തോടെ വേണം പ്രിയരെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ. ഏതോ എവിടെയോ നിൽക്കുന്ന ആരോ ആയ ഒരു ദൈവത്തിന്റെ അടുക്കല്ല. പിന്നെയോ ഞാൻ തിരിച്ചറിയുന്നു, അവൻ എന്റെ അപ്പനാണ്. ഈ തമിഴ് ശുശ്രൂഷകരിൽ ചില ആളുകളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ടിവിയിലൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ, പിതാവേ അപ്പ എന്ന് അവർ വിളിക്കുന്ന വിളി കേട്ടാൽ സ്വന്തം അപ്പനോട് ഒരു മകനും മകളും എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ അടുത്ത് ഇടപഴകി സംസാരിക്കുന്നു, അതേ ഫീലിംഗ് മനസ്സിലാക്കിയിട്ടാണ് സ്വർഗസ്ഥനായ എന്റെ അപ്പച്ച എന്ന് അവർ വിളിക്കുന്നത്. പലപ്പോഴും നമുക്ക് അങ്ങനെ ആഴമേറിയ വിളിക്ക് നമുക്ക് കഴിയാറില്ല എന്നതാണല്ലോ വാസ്തവം. പല ആളുകളുടെ വ്യത്യസ്തമായ ആത്മീക തലങ്ങളെ വിലയിരുത്തുമ്പോൾ പല ആളുകൾക്കും ഇന്ന് സ്വർഗീയ പിതാവ് ഒരു അന്യനായ വിധത്തിലാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയല്ല, ബന്ധം ആഴമായിരിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന എനിക്കും നിങ്ങൾക്കും ആ ഒരു ഉറപ്പ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിലൂടെ ഞാൻ സ്വർഗീയ പിതാവിന്റെ മകനും മകളുമായി തീർന്നിട്ടുണ്ട്. ആ ഉറപ്പിന്റെ മേൽ പ്രിയരെ ദിനംതോറും നമുക്ക് ആ ദൈവബന്ധത്തിൽ ശക്തി പ്രാപിക്കാം. ദിനംതോറും ആ ബന്ധത്തിൽ നമുക്ക് ബലം പ്രാപിച്ച് മുൻപോട്ട് പോകാം. ഹൃദയത്തെയും മനസ്സിനെയും ദൈവത്തിന് മുൻപാകെ ശക്തിപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.